ഡൈ ചെയ്യാതെ തന്നെ മുടി കട്ടക്കറുപ്പാവും കേട്ടോ. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഈ രണ്ട് ഐറ്റം ഒന്ന് ചേർത്ത് നിങ്ങൾ തലയിലൊന്ന് തേച്ച് നോക്കൂ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഒരുപാട് മുടി നരച്ചവർക്ക് ഇത് എഫക്റ്റീവ് ആവത്തില്ല കേട്ടോ. നമ്മുടെ തുടക്കത്തിൽ, അതായത് നര വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് നമുക്ക് കിട്ടും. അതായത് സ്ത്രീകൾക്കാണ് കൂടുതലും നമ്മുടെ മുടിയുടെ തലയുടെ മുൻഭാഗത്ത് അമിതമായിട്ട് നര വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നത്തെ കാലത്ത് മുടി ചെറുപ്പം മുതൽ തന്നെ നരച്ചു പോകുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടല്ലേ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ പറയാറുണ്ട് കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട് വീഡിയോ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണേ. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നല്ല കട്ടിയുള്ള കുറുകിയ കഞ്ഞിവെള്ളമാണ് കേട്ടോ. തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ അതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കഞ്ഞിവെള്ളത്തെ പറ്റി പറയേണ്ട കാര്യമല്ല. മുടി നല്ല രീതിയിൽ കട്ടിയിൽ വളരാനും അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പിൽ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മൾ വീട്ടിൽ നിന്ന് ചുമ്മാ ആവശ്യം കഴിഞ്ഞിട്ട് എടുത്ത് ഒഴിക്കുന്ന കഞ്ഞിവെള്ളം മതി. എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ മുടിയുടെ സംരക്ഷണം നമുക്ക് എളുപ്പമാക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കരിഞ്ജീരകം കേട്ടോ. പണ്ടുള്ള ആൾക്കാർ എണ്ണ കാച്ചാൻ, അതായത് നര മാറാനും മുടി നല്ല കറുത്തിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കരിഞ്ജീരകം. അപ്പോൾ എണ്ണ കാച്ചുന്ന സമയത്ത് ഇതിട്ട് എണ്ണ കാച്ചി ഇപ്പോഴും തേക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹെയർ ഡൈക്ക് നമുക്ക് കഞ്ഞിവെള്ളത്തിനോടൊപ്പം കുറച്ച് കരിഞ്ജീരകം ആവശ്യമായിട്ടുണ്ടേ. നമുക്ക് 4-5 ടേബിൾ സ്പൂണ് കരിഞ്ജീരകം ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഈ കരിഞ്ജീരകം ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ നെല്ലിക്കയുടെ പൊടിയാണേ. അല്ലെങ്കിൽ നെല്ലിക്ക ഉണക്കേണ്ടെങ്കിൽ അതിടാം, പച്ച ഉണ്ടെങ്കിൽ അതും ഇടാം. പച്ച നെല്ലിക്ക നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 7-8 നെല്ലിക്ക ആവശ്യമായിട്ടുണ്ടേ. നെല്ലിക്കയുടെ പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ കരിഞ്ജീരകത്തിൻ്റെ മിക്സിലേക്ക് ഈ നെല്ലിക്ക നമ്മൾ ഏത് രീതിയിലാണ് എടുത്തത് അത് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇത്രയും പ്രോസസ്സ് ചെയ്യേണ്ടത് വൈകിട്ടാണ് കേട്ടോ. വൈകിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഐറ്റംസ് എല്ലാം ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക. അതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. നമ്മുടെ താരൻ മാറാനും അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നത് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഞവരയില എന്ന് പറയുന്നത്. അതൊരു 6-7 ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പനിക്കൂർക്ക ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ തലയ്ക്ക് ആവശ്യമായിട്ടുള്ള, അതായത് സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള A-Z കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞവരയില ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് തലനീരിറക്കം കൺട്രോൾ ചെയ്യും, ജലദോഷമുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പനിക്കൂർക്ക ഇല ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. നമ്മൾ നാച്ചുറലി എടുക്കുകയാണെങ്കിൽ ഒരു തണ്ട് എടുത്താൽ മതി. അതിനെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു മഞ്ഞ ദ്രാവകം വരും, അതൊന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി ജെല്ല് നമ്മൾ അതിലേക്ക് സ്കൂപ്പ് ചെയ്തിടുക. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഒരു പരുപരുത്ത അല്ലെങ്കിൽ ചകിരിയുടെ രൂപത്തിലുള്ളവർക്കാണെങ്കിൽ അലോവേര നല്ല ഗുണം ചെയ്യും കേട്ടോ. മുടി നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല കണ്ടീഷനിങ് നൽകാൻ, അതായത് ഈർപ്പം നിലനിർത്താൻ നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണേ. ഇനി ഒരു ഇരുമ്പ് ചെഞ്ചട്ടി എടുക്കുക, അതിലേക്ക് ഈ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് അടച്ചു വെക്കാം. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ തലയിലേക്ക്, അതായത് തലയിലേക്ക് എന്ന് പറയുമ്പോൾ നരച്ച മുടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, ഷാമ്പൂ വാഷ് ചെയ്ത ഹെയറിലാണ് നമ്മൾ ഈ ഡൈ പുരട്ടി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ നൽകുന്നത് പോലെയുള്ള ഈട് ഇത് നൽകത്തില്ല. 1-2 വാഷ് കഴിയുമ്പോൾ ഈ കളറൊന്ന് മങ്ങി തുടങ്ങും കേട്ടോ. അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. എങ്കിലേ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു ഹെയർ ഡൈ അലർജിയൊക്കെ ഉള്ളവർക്ക്, അതായത് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് അലർജിയൊക്കെ വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൈ ആണ്. അത് ശ്രദ്ധിക്കുക. അല്ലാതെ എല്ലാ മുടിയും നരച്ചിട്ടുള്ളവർക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എഫക്റ്റീവ് ആവത്തില്ല. 1-2-3 മുടിയൊക്കെ നരച്ചവർക്കാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതായിരിക്കും. ബൈ ബൈ.